ഷാർജയിൽ ഫ്ളാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ തെക്കുംഭാഗം സ്വദേശിനി അതുല്യ നേരിട്ടത് കൊടും ക്രൂരതയെന്ന് വെളിപ്പെടുത്തൽ. അതുല്യ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം പുറത്ത്. എന്നെ അയാൾ ചവിട്ടിക്കൂട്ടി, ജീവിക്കാൻ പറ്റുന്നില്ലെന്നും ശബ്ദ സന്ദേശം. ഇത്രയൊക്കെ കാണിച്ചിട്ടും അയാൾക്കൊപ്പം നിൽക്കേണ്ട അവസ്ഥയാണ്. ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാത്തതെന്നും അതുല്യ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ഇന്നലെ നീ വിളിച്ചു വെച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി. അയാളെ പറ്റി ഉറങ്ങാനായിട്ട് കിടന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു. ഞാൻ താഴെ കിടക്കുമായിരുന്നു. അമ്മ ഞാൻ പുതപ്പ് മൂടിയ സംസാരിച്ച അമ്മ എടുത്തു. നീ പോയ കാര്യങ്ങളൊക്കെ അതിനാണ്. ഷാർജയിൽ ഫ്ളാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ തെക്കുംഭാഗം സ്വദേശിനി അതുല്യ നേരിട്ടത് കൊടും ക്രൂരതയാണെന്ന് ശബ്ദ സന്ദേശത്തിലൂടെ വ്യക്തമാകുന്നു. എന്നെ ചവിട്ടിക്കൂട്ടി, എനിക്ക് വയ്യ, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി, സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ അതുല്യ പറയുന്നത്. ചവിട്ടിക്കൂട്ടി തന്നെ ഡിസ്റ്റർബൻസ് ആണ്, ഉറങ്ങുന്നതിനും പറഞ്ഞു. എനിക്ക് വയ്യടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി, സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പറ്റുന്നില്ല, സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. വിവാഹം കഴിഞ്ഞതു മുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും 17-ാം വയസ്സിലാണ് അതുല്യയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതെന്നും 18-ാം വയസ്സിലായിരുന്നു വിവാഹമെന്നും അതുല്യയുടെ സുഹൃത്ത് പറഞ്ഞു. ശാരീരികവും മാനസികവുമായ പീഡനം തുടർന്നിരുന്നു. അതുല്യയ്ക്കാകട്ടെ സതീഷിനോട് വലിയ സ്നേഹവുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ.